പിറ്റേന്ന് രാവിലെ 9 മുൻപേ റോഷ്നി കുളിച്ചു മാറ്റി റെഡിയായി നിന്നു. കോളേജിലും ട്രിപ്പ് പോകുമ്പോൾ എങ്ങനെയാകും അതുപോലൊരു സന്തോഷമാണ് അവളുടെ മുഖത്ത്. രാത്രിയിൽ ഈ കറങ്ങാൻ പോകുന്നത് ആലോചിച്ചിട്ട് ശരിക്കും പോലെ ഒന്നും ഉറങ്ങിയിട്ട് പോലുമില്ല. ഇടയ്ക്കിടയ്ക്ക് എഴുന്നേറ്റ് സമയം നോക്കും, പിന്നെ വീണ്ടും ഉറങ്ങും. അങ്ങനെ എന്നാൽ മുഖത്ത് യാതൊരു തരത്തിലുമുള്ള ഉറക്കക്ഷീണവുമില്ല. ആള് ഫുൾ എനർജിയിലാണ്. മുട്ടുവരെ വരുന്ന ഒരു പിങ്ക് നിറത്തിലുള്ള സ്ലീവ്ലെസ് ഫ്രോക്കാണ് അവളുടെ വേഷം. അതിന്റെ മുകളിൽ ഫുൾ സ്ലീവ് വരുന്ന ഒരു ബ്ലൂ ജാക്കറ്റ് ഇട്ടിട്ടുണ്ട്. മുടിക്കെട്ടതെ അഴിഞ്ഞു കിടക്കുകയാണ്. കണ്ണെഴുതി കുറച്ച് ലിഫ്റ്റിക്ക് ഇട്ടിട്ടുണ്ട്. ഒരു കയ്യിൽ വാച്ചും കെട്ടിയിട്ടുണ്ട്. അതാണ് അവളുടെ ഒരുക്കം. എന്നത്തേക്കാളും ഭംഗിയുണ്ട്. മിററിൽ നോക്കി ഭംഗിയുണ്ടെന്ന് ഉറപ്പാക്കിയിട്ടാണ് അവൾ താഴേക്ക് ഇറങ്ങിയത്. എന്ത് വന്നാലും പോകും, നേരിടും. അങ്ങനെയൊക്കെ ഉറപ്പിച്ചുകൊണ്ടാണ് താഴേക്ക് വന്നത്. അടിപൊളി. ഡൈനിങ് ഹാളിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്ന എല്ലാവരെയും നോക്കിക്കൊണ്ട് റോഷ്നി ചുണ്ടുകൾക്കിടയിൽ മൊഴിഞ്ഞു. ആരും കണ്ടില്ല. മുകളിലേക്ക് തന്നെ തിരിച്ചു പോയി ഒരു 10 മണിക്ക് ശേഷം ഇറങ്ങി വന്നാലോ എന്നാണ് അവൾ ആദ്യം ചിന്തിച്ചത്. കുഞ്ഞി വാ, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കേ. ലച്ചിയുടെ ശബ്ദം കേട്ട് മുകളിലേക്ക് പോകാനായി തിരിയാൻ നിന്നവൾ കണ്ണുകൾ മുറുക്കി അടച്ചു പിടിച്ചു. അവൾ പോകുന്നത് അവരൊക്കെ തടയുമെന്ന് കരുതിയിട്ടല്ല, മറിച്ച് ഇങ്ങനെ അണിഞ്ഞൊരുങ്ങി അവർ കാണുമ്പോൾ എന്ത് വിചാരിക്കുമെന്ന് ഓർത്തിട്ടാണ് അവൾക്ക് പ്രശ്നം. വാ. റോഷ്നി മൊത്തത്തിലൊന്ന് നോക്കിക്കൊണ്ട് ലക്ഷ്യം പറയുമ്പോൾ വേണോ വേണ്ടേ എന്നൊരു സംശയം കുഴപ്പത്തിൽ അവൾ ഡൈനിങ് ഹാളിലേക്ക് നടന്നു. ഇന്ന് കോളേജിൽ എന്താ വിശേഷം? മുന്നിലെ പാത്രത്തിലേക്ക് വിളമ്പിക്കേണ്ട രുദ്രൻ റോഷ്നി നോക്കി ചോദിച്ചു. കോളേജിൽ വിശേഷം ഒന്നുമില്ല. ഞാനും ഹരിയേട്ടനും കൂടെ ജസ്റ്റ് ഒന്ന് കറങ്ങാൻ പോവാലോ എന്ന് കരുതി. റോഷ്നി അതും പറഞ്ഞിട്ട് ലച്ചിരിക്കുന്ന ചെയറിന്റെ അപ്പുറത്തുള്ള ചെയറിലിരുന്നു. എല്ലാവരും ഒരു നിമിഷം പരസ്പരം ഒന്ന് നോക്കി. റയാനുഷും രുദ്രനും പരസ്പരം ഒന്ന് നോക്കിയ ശേഷം അവരുടെ അച്ഛന്റെ മുഖത്തേക്കാണ്. സുഭദ്ര ഇന്നലെ രാത്രി തന്നെ ആ കാര്യം അദ്ദേഹത്തോട് സൂചിപ്പിച്ചതുകൊണ്ട് വലിയ ഞെട്ടലൊന്നും ആ മുഖത്തില്ല. പെണ്ണ് കണ്ടു പോയിട്ടല്ലേ ഉള്ളൂ, അല്ലാതെ നിശ്ചയം കഴിഞ്ഞിട്ടൊന്നുമില്ലല്ലോ. വല്യച്ഛൻ റോഷ്നിയുടെ മുഖത്തേക്ക് നോക്കി കടുപ്പത്തിൽ ചോദിച്ചു. അല്ലാതെ ആരും അവളെ ചോദ്യം ചെയ്യില്ലെന്ന് തോന്നിയത് കൊണ്ടാവാം. എന്നാലും എല്ലാവരുടെയും ഉള്ളിൽ ആ ഒരു ചോദ്യം ഉണ്ടായിരുന്നു. അതിന് പെണ്ണ് കാണാൻ വന്ന അന്നല്ലല്ലോ ഞാൻ ഹരിയേട്ടനെ കാണുന്നത്. ഞങ്ങൾ പരസ്പരം മുൻപും അറിയുന്നതല്ലേ. ഞങ്ങൾ ഒരുമിച്ച് ഇതിനു മുൻപും പോയിട്ടുണ്ടല്ലോ. പിന്നെന്താ പ്രശ്നം? അവൾക്ക് വേണ്ടത് അവളുടെ മുന്നിലെ പ്ലേറ്റിലേക്ക് ഇട്ടുകൊണ്ട് അവൾ എല്ലാവരെയും നോക്കിക്കൊണ്ട് ചോദിച്ചു. അവൾക്കല്ലാത്ത ടെൻഷനാണ് അവൾക്കൊപ്പം ഇരിക്കുന്ന ലച്ചുവിന്. എല്ലാവരും ഇങ്ങനെ ഇരിക്കുമ്പോൾ എങ്ങനെ ഇതുപോലെ പറയാൻ കഴിയുന്നു എന്നതുപോലെയാണ് അവളുടെ നോട്ടം. നമ്മുടെ കാര്യം നമ്മൾ തന്നെ പറയണം ഏട്ടത്തി, അല്ലെങ്കിൽ ഒന്നും നടക്കില്ല. ലച്ചുവിന്റെ വീഴ്ചയുടെ നോട്ടം കണ്ടപ്പോൾ ഒരു ചിരിയുടെ റോഷ്നി അവളുടെ ചെവിയിൽ പറഞ്ഞു. ലച്ചു ഒന്നും മിണ്ടാതെ അവളത് നോക്കിയ ശേഷം നോട്ടം മാറ്റി. കറങ്ങാൻ പോലും നടക്കില്ല കുഞ്ഞി. നിശ്ചയം കഴിയതെ അതൊന്നും സമ്മതിച്ചു തരാൻ പറ്റില്ല. ആളുകൾ എന്ത് പറയും? അതിന് ആളുകളോടൊന്നും പറയണ്ട. ഞങ്ങൾ ജസ്റ്റ് ഒന്ന് പോകുന്നു, ഒന്ന് കറങ്ങിയിട്ട് രാത്രി തിരിച്ചു വരുന്നു. സിമ്പിൾ. അത് 4 ആളോട് പറഞ്ഞിട്ട് എന്തിനാ? കാണുന്നവർ കാണട്ടെ, അല്ലാത്തവരോട് പറയണ്ട. മുത്തശ്ശൻ പറഞ്ഞതിന് അദ്ദേഹത്തിന്റെ മുഖത്തേക്ക് നോക്കി കാര്യം പറഞ്ഞതേ അവളുടെ മുന്നിലെ പ്ലേറ്റിലുള്ളത് കഴിച്ചുകൊണ്ട് അവൾ മറുപടി കൊടുത്തു. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ പോകും എന്നൊരു ഭാവം. ദേവേന്ദ്രനൊന്നും പറഞ്ഞില്ല. സ്വന്തം മകളുടെ കാര്യത്തിൽ അദ്ദേഹം ഒരഭിപ്രായം പറഞ്ഞില്ലല്ലോ എന്ന് കണ്ടപ്പോൾ മുത്തശ്ശൻ ചോദിച്ചു. എന്താ നിങ്ങളുടെ അഭിപ്രായം? ദേവേന്ദ്രൻ നോക്കിയത് അദ്ദേഹത്തിന്റെ 2 ആൺമക്കളുടെ മുഖത്തേക്കാണ്. അതിലിപ്പോ എന്താ, പോയിട്ട് വരട്ടെ. ഹരിയുടെ ഒപ്പമല്ലേ, അവനെന്താ നമുക്കറിയാത്തതാണോ? രുദ്രൻ ചോദിക്കുമ്പോൾ റോഷ്നി ചുണ്ട് കൂർപ്പിച്ചുകൊണ്ട് അവനൊരു ഉമ്മ കൊടുത്തു. രുദ്രൻ അതിനൊന്ന് ചിരിച്ചു കാണിച്ചു. റയാൻഷ് അതിനൊന്നും മിണ്ടാൻ പോയില്ല. മിണ്ടണ്ട, വല്ല സാഹചര്യം വന്നാൽ എന്തെങ്കിലും മിണ്ടാമെന്നുള്ള ഒരു തീരുമാനത്തിലായിരുന്നു അവൻ. നിന്റെ മകളല്ലേ, നിങ്ങളുടെ പെങ്ങളല്ലേ, നിങ്ങൾക്ക് അഭിപ്രായം പറയാൻ പറ്റുന്നത് പോലെ ഞങ്ങൾക്ക് പറ്റില്ലല്ലോ. അവസാനം എന്തെങ്കിലും സംഭവിച്ചു പോയിട്ട് ഞങ്ങളെ പറഞ്ഞിട്ട് കാര്യമില്ല. എന്ത് സംഭവിച്ചു പോയിട്ട്? റോഷ്നി തന്നെയാണ് അപ്പച്ചിയുടെ മുഖത്തേക്ക് നോക്കി അങ്ങനെ ചോദിച്ചത്. അപ്പച്ചി അതിന് മറുപടി പറയാതെ റോഷ്നി കടുപ്പിച്ചു നോക്കി. എന്റെ പേര് റോഷ്നി എന്നാണ് അപ്പച്ചി, അല്ലാതെ ശിഖ എന്നല്ല. എന്തോ അർത്ഥം വെച്ചുകൊണ്ട് റോഷ്നി പറയുമ്പോൾ അപ്പച്ചി അവളെ കടുപ്പിച്ചു നോക്കി. റോഷ്നി അതിലൊന്ന് പുച്ഛിച്ചുകൊണ്ട് അവളുടെ മുന്നിലുള്ള പ്ലേറ്റ് എടുത്തുകൊണ്ട് എഴുന്നേറ്റു. പോയിട്ട് വരാം. പാത്രം കഴുകി തിരിഞ്ഞപ്പോൾ എന്തോ ഒരു കാര്യം പറയാൻ വേണ്ടി അവളെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന സുഭദ്രയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് റോഷ്നി പറഞ്ഞു. സൂക്ഷിച്ചു പോണം, പതിയെ വണ്ടി ഓടിക്കാൻ പറയണം. ഈ പോക്കൊരു സ്ഥിരം പോക്കാകരുത്, അതുപോലെ ശ്രദ്ധിക്കണം. പെണ്ണ് കാണൽ കഴിഞ്ഞിട്ടേയുള്ളൂ. നിശ്ചയമോ കല്യാണമോ ഒന്നും കഴിഞ്ഞിട്ടില്ല. അതിനൊക്കെ സമയമെടുക്കും. പറഞ്ഞത് മനസ്സിലായോ? സുഭദ്ര റോഷ്നിയുടെ കവിളിൽ പതിയെ തട്ടി പറയുമ്പോൾ അവൾ സുഭദ്രയുടെ കവിളിൽ അമർത്തി ഒരു ഉമ്മ കൊടുത്തു. തെറ്റു പറയാൻ പറ്റില്ല, ഒരമ്മയുടെ ആദിയാണ്. എല്ലാം മനസ്സിലായി, സൂക്ഷിച്ചോളാം, നല്ലതുപോലെ സൂക്ഷിച്ചോളാം. പോരെ? ആ പറച്ചിൽ ആക്കിയൊരു ചിരിയുണ്ടോ? അല്ലെങ്കിൽ അവളുടെ ഡബിൾ മീനിങ് അവർക്ക് മനസ്സിലായി കാണില്ല. റോഷ്നി അവളുടെ ഫോണും കയ്യിൽ പിടിച്ച് പുറത്തേക്ക് വന്ന സമയം തന്നെ ഹരിയുടെ കാർ ഗേറ്റ് കടന്ന് മുറ്റത്തേക്ക് കയറി വന്നു.
റോഷ്നി കയ്യിലെ ഫോണിൽ സമയം നോക്കുമ്പോൾ കൃത്യം 9 ആയിട്ടുണ്ട്. അവിടെ നിന്ന് അങ്ങോട്ട് ഇങ്ങോട്ടോ മാറ്റമില്ലാതെ നിൽക്കുന്നുണ്ട്. റോഷ്നി ഡ്രൈവിംഗ് സീറ്റിലിരിക്കുന്ന ഹരിയെ നോക്കിയെന്ന് ചിരിച്ചു കൊടുത്തു. അവനും ചിരിച്ചു, അതുപോലെ ഒരു ചിരി. ശേഷം ഡോർ തുറന്ന് പുറത്തേക്ക് ഇറങ്ങി. റോഷ്നിക്ക് പിന്നാലെ റയാൻഷും രുത്തനും സുഭദ്രയും ദേവേന്ദ്രനും എല്ലാവരും ഇറങ്ങി വന്നു. ഹരി എല്ലാവരെയും ഒന്ന് നോക്കി അവരുടെ അകത്തേക്ക് നടന്നു. അവനാകെ ഒരു നാണക്കേട് തോന്നി. പെണ്ണ് കണ്ട് 3-4 ദിവസങ്ങൾ കഴിയുമ്പോഴേക്കും ഇതുപോലെ പെണ്ണിനെയും കൊണ്ട് കറങ്ങാൻ പോവാന്നൊക്കെ പറയുമ്പോൾ ആരെങ്കിലും അംഗീകരിക്കോ? ഹരി, ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോ? ഇല്ലെങ്കിൽ കഴിച്ചിട്ടിറങ്ങാം. സുഭദ്ര ചിരിയോടെ പറഞ്ഞതും അതുവരെ ഒരു വല്ലായ്മ നിറഞ്ഞിരുന്നവന്റെ മുഖം വന്ന് ശാന്തമായി. വേണ്ടമേ, ഞാൻ കഴിച്ചിട്ടിറങ്ങിയത്, അവൻ ചിരിയോടെ തന്നെ പറഞ്ഞു. റോഷ്നി ഹരി മൊത്തത്തിലൊന്ന് നോക്കി. ഒരു റെഡ് കളറും ബ്ലാക്ക് കളറും കൂടിയ ചെക്ക് ഷർട്ടാണ്, പാൻറ് വൈറ്റ് ഷൂസുമാണ് അവന്റെ വേഷം. കാണാൻ നല്ല ഭംഗിയുണ്ട്. എന്നിട്ട് എങ്ങോട്ടാണ് പോക്ക്? രുത്തനാണ് ചോദിച്ചത്. ഹരി റോഷ്നി ഒന്ന് നോക്കി. എങ്ങോട്ടൊന്നും തീരുമാനിച്ചിട്ടില്ലല്ലോ, ചുമ്മാ ഒന്നും കറങ്ങാനെന്നല്ലേ ഉള്ളൂ. ഞങ്ങൾ നിശ്ചയത്തിന് ഡ്രസ്സ് എടുക്കാൻ പോവാം. സുഭദ്ര അടുത്തുനിന്ന് ഹരിയുടെ അടുത്തേക്ക് നിന്ന് റോഷ്നി പറഞ്ഞു. ഒപ്പം അവളുടെ കയ്യിലുള്ള ഫോൺ ഹരിയുടെ നേരെ നീട്ടി. അവനത് വാങ്ങി അവന്റെ പോക്കറ്റിലിട്ടു. അതിനാകും നീട്ടിയതെന്ന് അവന് തോന്നി. അല്ലാതെ അവളുടെ കയ്യിൽ ബാഗൊന്നുമില്ല. ആ, അതിനാണോ പോണത്? ഈ പറയുന്ന നിശ്ചയം എന്നാണാവോ? റോഷ്നിയുടെ മറുപടി കേട്ടപ്പോൾ അവരുടെ ചുണ്ടിലൊക്കെ ഒരു ചിരി വീരിഞ്ഞു. രുദ്രൻ അതിനൊരു കളിയാക്കലോടെ തിരിച്ചു ചോദിച്ചു. ഞങ്ങൾ ഡ്രസ്സൊക്കെ എടുത്ത് വരുമ്പോഴേക്കും നിങ്ങൾ ഡേറ്റ് തീരുമാനിച്ചു അല്ലേ? റോഷ്നി ഹരിയെ നോക്കി ചോദിക്കുമ്പോൾ അവൻ അതിനൊന്ന് തല കുലുക്കുക മാത്രം ചെയ്തു. അല്ലാതെ അതിൽ അവനൊന്നും പറയാനില്ല. ആയിക്കോട്ടെ, ഇപ്പോഴത്തെ ട്രെൻഡ് ഇങ്ങനെയാകും, പോയിട്ട് വാ. രുദ്രൻ പറയുമ്പോൾ ഹരി ഒന്ന് ചിരിച്ചുകൊണ്ട് റയാൻഷിന്റെ മുഖത്തേക്ക് നോക്കി. അതവന്റെ പെങ്ങളെവിടെ എന്നൊരു നോട്ടാണ്. അകത്തുണ്ട്, നീ വന്നത് അറിഞ്ഞു കാണില്ല. റയാൻഷ് പറയുമ്പോൾ ഹരി തല കുലുക്കി. ആ സമയം തന്നെയാണ് ലച്ചു അകത്തുനിന്നും പുറത്തേക്ക് വന്നത്. ഹരിയെ കണ്ടതും അവളൊരു ചിരിയോടെ അവനെ പുണർന്നു. എന്തൊക്കെയോ അവരോട് പറയണമെന്നുണ്ട്, പക്ഷേ അവരൊക്കെ നോക്കി നിൽക്കുന്നത് കൊണ്ട് അവളൊന്നും പറഞ്ഞില്ല. നീയുണ്ടോ ഞങ്ങളുടെ കൂടെ? ഹരി ലച്ചുവിന്റെ മകന്ന് അവളുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു. ലച്ചു അതിനൊരു ചിരിയുടെ നോക്കിയത് റോഷ്നിയുടെ മുഖത്തേക്കാണ്. വരണം പറഞ്ഞാ ഞങ്ങൾ കൊണ്ടുപോകും അല്ലേ? ഹരി നോക്കി റോഷ്നി പറയുമ്പോൾ ഹരി ചിരിച്ചുകൊണ്ട് തല കുലുക്കി. സുഭദ്ര ഹരിയെ തന്നെ നോക്കി നിൽക്കുകയാണ്. വലത്തെ കൈ കണ്ട് ലച്ചുവിനെ ചേർത്ത് പിടിച്ചിട്ടുണ്ട്. ഇടത്തെ കൈയിൽ റോഷ്നി ചുറ്റി പിടിച്ചിട്ടുണ്ട്. അവന്റെ ചുണ്ടിൽ ഒരു ചെറു ചിരിയുണ്ട്. റോഷ്നി എന്താണോ പറയുന്നത് അതിനൊക്കെ തല കുലുക്കി സമ്മതിക്കുന്നുണ്ട്. ഒരു പാവം പയ്യൻ. റയാൻഷിന്റെയും ലച്ചുവിന്റെയും വിവാഹം കഴിഞ്ഞ വൈകുന്നേരം അവരുടെ മനസ്സിലേക്ക് വന്നത് എന്തായിരുന്നു? അന്ന് മുന്നിൽ നിൽക്കുന്നവന്റെ ദേഷ്യം. താലി കെട്ടിയ അന്ന് വന്ന് പെങ്ങളെ വിളിച്ചിറക്കി കൊണ്ടുപോയില്ലേ, അതാണ് സ്നേഹം. സ്നേഹം കൊണ്ടുണ്ടായ ദേഷ്യവും വാശിയുമാണ്. ഞങ്ങൾ ആരുമില്ല, നിങ്ങൾ മാത്രം പോയിട്ട് വായു. എൻ്റെ ഭാര്യയെ ഞാൻ കൊണ്ടുപോയിക്കോളാം. ഹരിയുടെ നെഞ്ചോട് ചാരുന്ന ലച്ചുവിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് റയാൻഷ് പറയുമ്പോൾ എല്ലാവരും ചിരിച്ചു. എല്ലാവരോടും ഒരിക്കൽ കൂടെ യാത്ര പറഞ്ഞിട്ട് അവർ വണ്ടിയിൽ കയറി. അവർ പോന്ന് നോക്കിയതിനു ശേഷം എല്ലാവരും അകത്തേക്ക് നടന്നു. കാർ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. ഹരി മുഖം ചിരിച്ചുകൊണ്ട് റോഷ്നിയെ നോക്കി. അവൾ എത്രത്തോളം സന്തോഷത്തിലാണെന്ന് ആ മുഖം നോക്കിയാൽ ഏതൊരാൾക്കും മനസ്സിലാകും. അതുപോലെ ഒരു ചിരിയുണ്ട് അവളുടെ ചുണ്ടിൽ. ഇത്രയ്ക്ക് സന്തോഷം തോന്നാൻ എന്താ കാണും? ഹരി അവിടെ നിന്ന് നോക്കി ഡ്രൈവിംഗ് ശ്രദ്ധിച്ചുകൊണ്ട് ചോദിച്ചതും റോഷ്നി അവനെ ഒന്ന് നോക്കി. അറിയില്ല, പക്ഷെ ഹരിയുടെ കൂടെ യാത്ര പോവാന്നൊക്കെ പറയുമ്പോൾ എനിക്ക് വല്ലാത്തൊരു സന്തോഷം തോന്നും. പറയുമ്പോൾ നിറച്ചിരിയായിരുന്നു അവളുടെ ചുണ്ടിൽ. ഹരിയുടെ ചുണ്ടിലും ഒരു ചിരി വീഴിഞ്ഞു. ഇന്നലെ ഇതുപോലെ സന്തോഷത്തോടെ വന്നതാകും, പക്ഷേ സോറി. ഹരി ആത്മാർത്ഥമായി സോറി പറഞ്ഞതും റോഷ്നി അത് എന്തിനെന്നും മനസ്സിലാവാതെ അവരെ നോക്കി. ഇന്നലെ നീ വന്നപ്പോ ഞാൻ നിന്നെ തിരിച്ച് കോളേജിൽ കൊണ്ടുവിട്ടില്ലേ, അന്നേരം അങ്ങനെ തോന്നി. ഒരു തവണ സമ്മതിച്ചു തന്നാൽ പിന്നെ നീ വരവും പോക്ക് സ്ഥിരമാക്കിയാലോ, അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യാതിരുന്നത്. ഹരി പറയുമ്പോൾ റോഷ്നി അവനെന്ന് തുറച്ചു നോക്കി. ഹരി ചിരിച്ചു. നമുക്ക് വലതും കഴിച്ചാലോ? ഞാൻ രാവിലെ ഒന്നും കഴിച്ചില്ല. ഹരി പറഞ്ഞതും റോഷ്നി അവന്റെ കയ്യിൽ അമർത്തി ഒരടി കൊടുത്തു. അല്ല പിന്നെ, അവനോട് സുഭദ്ര വീട്ടിൽ നിന്ന് ചോദിച്ചാണല്ലോ കഴിച്ചോന്ന്. അപ്പൊ അവൻ കഴിച്ചെന്ന് നുണ പറഞ്ഞിട്ട്. ഇനിയിപ്പോ ഇന്ന് കാര്യമായിട്ട് ജോലിയൊന്നുമില്ലല്ലോ. കുളിച്ചു മാറ്റി വേഗം ഇറങ്ങി. ജോലിക്ക് വരുന്ന ചേച്ചിയോട് ഇന്ന് വരണ്ടെന്ന് പറഞ്ഞു. അവർ വന്നാലല്ലേ കഴിക്കാനുണ്ടാക്കൂ. അപ്പോ അപ്പുറത്ത് പോയി കഴിക്കായിരുന്നില്ലേ? നീ പോയി ചായ വേണമെന്ന് പറഞ്ഞാൽ ആരെങ്കിലും തര തിരിക്കോ? ഇല്ലല്ലോ. അതൊന്നുമില്ല. എന്നാലും അതിനൊന്നും തോന്നിയില്ല. നമ്മളൊരു വഴിക്കിറങ്ങിയല്ലേ, അപ്പൊ പുറത്തുനിന്ന് കഴിക്കാലോ, വേറെ ഒരാളെ ബുദ്ധിമുട്ടിക്കണ്ടല്ലോ. ഹരി പറയുമ്പോൾ ഇനി അവരോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലെന്ന പോലെ റോഷ്നി മുഖം തിരിച്ചു. ഹരി നല്ലൊരു ഹോട്ടൽ കണ്ടപ്പോൾ കാർ നിർത്തി ഇറങ്ങി. റോഷ്നിയും ഇറങ്ങി. രണ്ടുപേരും ഓരോ മസാല ദോശയും ഒരു കപ്പ് കോഫിയും കുടിച്ച് അവിടെ നിന്നും ഇറങ്ങി. സത്യത്തിൽ നമ്മൾ എങ്ങോട്ടാ? ഹരി വീണ്ടും വണ്ടി ഡ്രൈവ് ചെയ്ത് തുടങ്ങിയതും റോഷ്നി ചോദിച്ചു. ചുമ്മാ ഒന്ന് കറങ്ങാൻ പോണം എന്നേ അവൾക്കുള്ളൂ. എങ്ങോട്ട് എന്തിനെന്നൊന്നും അവൾക്കറിയില്ല. ചുമ്മാ ഇങ്ങനെ പോവാം, എവിടെയെങ്കിലും എത്തും. ഹരി പറയുമ്പോൾ റോഷ്നി അവനെ നോക്കി പേടിപ്പിച്ചു. പിന്നെ അവന്റെ തോളിലേക്ക് ചാഞ്ഞു കിടന്നു. ഇങ്ങനെ ഇരുന്നാ ഡ്രൈവ് ചെയ്യാൻ ബുദ്ധിമുട്ടാകുമോ? ഹൈ, നീ അങ്ങനെ തന്നെ ഇരുന്നോ.
പറയുന്നതിനൊപ്പം ഇടത്തെ കൈകൊണ്ട് അവളെ ചുറ്റിപ്പിടിച്ചു. റോഷ്നി ഒത്തിരി ഇഷ്ടത്തോടെ അവൻ്റെ ഇടത്തെ നെഞ്ചിലൊന്നും മുത്തി. ചുമ്മാ എന്നെ പ്രലോഭിപ്പിക്കരുത്, നിന്റെ പ്രലോഭനങ്ങളിൽ ഞാൻ വീണു പോകും. ചിരിയോടെ ഹരി പറയുമ്പോൾ റോഷ്നി അങ്ങനെ ഇരുന്നുകൊണ്ട് തന്നെ അവൻ്റെ മുഖത്തേക്ക് നോക്കി. അവൻ്റെ കണ്ണുകൾ മുന്നിലെ റോഡിലേക്കാണ്. വെട്ടിയൊതുക്കിയ താടിയും മീശയും അതിൻ്റെ കാണുന്ന ഇളം പിങ്ക നിറത്തിലുള്ള ചുണ്ട്, മേൽച്ചുണ്ടും കീഴ്ച്ചുണ്ടും ശരിക്കും കാണാൻ പറ്റും. റോഷ്നി കണ്ണെടുക്കാതെ അവൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കിയിരുന്നു. എന്തേ? മുന്നിരുന്ന കണ്ണുകൾ മാറ്റി റോഷ്നിയുടെ മുഖത്തേക്ക് നോക്കിയാണ് അവൻ ചോദിച്ചത്. റോഷ്നി അതിനൊന്നും മിണ്ടാതെ അവൻ്റെ നെഞ്ചിൽ പതിഞ്ഞിരുന്നു. ഹരി മുഖം താഴ്ത്തി അവളെ നിറകയിൽ ഒരു പതിഞ്ഞൊരുമ്മ കൊടുത്തു. നിനക്ക് എങ്ങോട്ടെങ്കിലും പോകണമെന്നുണ്ടോ? ആ, എനിക്കൊരു താജ്മഹൽ കാണാൻ പോകണം. പെട്ടെന്ന് ഹരി അങ്ങനെ ചോദിച്ചതും അതിലും പെട്ടെന്ന് അവൾ ചാടി പിടിച്ചുകൊണ്ട് മറുപടി പറഞ്ഞു. ഹരി അവളെ കണ്ണു കൂർപ്പിച്ചുകൊണ്ട് ഒരു നോട്ടം നോക്കി. അത് ഇന്ന് പോയിട്ട് വരാൻ പറ്റില്ലല്ലോ. ഇന്ന് പോയിട്ട് വരാൻ പറ്റുന്നത് പറ. ഇന്ന് പോയിട്ട് വരാൻ പറ്റാത്തതൊക്കെ നമ്മുടെ വിവാഹം കഴിഞ്ഞിട്ട് പോവാം. ഹരി പറയുമ്പോൾ റോഷ്നി സീറ്റിലേക്ക് ചാരി ഇരുന്നുകൊണ്ട് ആലോചിച്ചു. ബീച്ചിൽ പോവാം. ബീച്ചിൽ എപ്പോഴും പോകുന്നതല്ലേ, അതല്ലാതെ എവിടെ പോകും? ഹരി വീണ്ടും ആലോചിച്ചു. ഒരു സ്ഥലവും കിട്ടുന്നില്ല, നമുക്ക് ഒരു റൂം എടുത്താലോ? റോഷ്നി പറഞ്ഞതും ഹരി അവളെ നോക്കി വിളക്കിനെ ചിരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. തിരിച്ച് വീട്ടിൽ കൊണ്ടുവിടണോ? ഹരി കടുപ്പിച്ച് ചോദിച്ചതും റോഷ്നി വേണ്ടെന്ന രീതിയിൽ തല അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി. ഹരിയെന്ന് കാനത്തിൽ മോളിക്കണ്ട് അവൾ നിന്ന് നോട്ടം മാറ്റി. ഞാൻ പറഞ്ഞത് പറ്റിരുന്ന് ഉറപ്പാണെങ്കിൽ നമുക്ക് കോഴിക്കോട് പോവാം. ആദ്യം ലുലുവിൽ പോവാം, പിന്നെ മിഠായി തെരുവിൽ പോവാം. അത് കഴിഞ്ഞ് ബീച്ചിലും പോയി വരുമ്പോഴേക്കും സമയം രാത്രിയാകും. എന്നിട്ട് നേരെ വീട്ടിൽ പോവാം. കുറച്ചു നേരത്തെ ആലോചനയ്ക്ക് ശേഷം റോഷ്നി പറയുമ്പോൾ ഹരി അത് സമ്മതിച്ചു കൊടുത്തു. അങ്ങനെ നേരെ കോഴിക്കോട്ടേക്ക്. ആദ്യം പോയത് ലുലുവിലേക്കാണ്. കാറിൽ നിന്നിറങ്ങിയ റോഷ്നി ഇത്തിരി മുന്നിൽ നടന്നു. ഹരി വേഗത്തിൽ അവളുടെ പിന്നാലെ പോയി കയ്യിൽ പിടിച്ചു. റൂമൊക്കെ കല്യാണം കഴിഞ്ഞിട്ട് എടുക്കാടി കുഞ്ഞിപ്പെണേ, ഇപ്പൊ നമുക്ക് ജസ്റ്റ് ഒന്ന് കറങ്ങിയിട്ട് പോവാം, നീ പിണങ്ങാതെ. റോഷ്നിയുടെ തോളുടെ കൈയിട്ട് ഹരി പറയുമ്പോൾ റോഷ്നി അവനെ നോക്കി ചിരിച്ചു. അവൾ പിണങ്ങി നടന്നൊന്നുമല്ല, മുന്നിൽ നടന്നാൽ ഹരി അവളുടെ അടുത്തേക്ക് വന്ന് ചേർത്ത് പിടിക്കുമോ എന്നറിയാൻ ചെയ്തതാണ്. ലുലുവിൽ കയറി ഓരോന്നൊക്കെ വാങ്ങി സമയം പോയി. നിശ്ചയത്തിന് റോഷ്നിക്കും ഹരിക്കും ഇടാനുള്ള ഡ്രസ്സ് മാത്രം എടുക്കാതെ ബാക്കിയുള്ളവർക്കെല്ലാം ഹരി ഡ്രസ്സ് എടുത്തു. അവരുടെ ഡ്രസ്സ് എടുക്കുമ്പോൾ ഒപ്പം പെങ്ങളും അളിയനും വേണമെന്ന് അവന് നിർബന്ധമുണ്ട്. റോഷ്നിക്ക് പിന്നെ എങ്ങനെയായാലും കുഴപ്പമില്ല എന്നൊരു മൈൻഡാണ്. കഴിക്ക്. ഉച്ചയ്ക്ക് ലുലുവിൽ നിന്ന് തന്നെയാണ് അവർ കഴിച്ചത്. അത്യാവശ്യം നല്ല തിരക്കുണ്ടെങ്കിലും അവർക്ക് രണ്ടുപേർക്കും ഇരിക്കാൻ പാകത്തിന് ഒരു സ്ഥലം കിട്ടി. ഹരി ഒരു ബീഫ് ബിരിയാണിയും റോഷ്നി ഒരു ഫ്രൈഡ് റൈസും പറഞ്ഞു. കുറച്ച് കഴിച്ചപ്പോഴേക്കും റോഷ്നി നിർത്തി. മതി, വയറ് നിറഞ്ഞു. റോഷ്നി പറഞ്ഞതും ഹരി അവളെ കനിപ്പിച്ചു നോക്കി. ഈ നേരം വരെ ലേസും കുറുക്കുറും തിന്ന് നടക്കുമായിരുന്നു. അന്നേരം അവളോട് മര്യാദയിൽ പറഞ്ഞതാണ്, ഞാൻ ഡയറ്റില്ല ഹരിക്കുട്ടാ, അതുകൊണ്ടാണ് മതിയാക്കിയത്, അല്ലാതെ വയറ് നിറഞ്ഞിട്ടല്ല. അയ്യോ പാവം. ആ മുഖത്തേക്ക് നോക്കിയ ഹരിയുടെ ചുണ്ടുകൾ മുഴിഞ്ഞത് അങ്ങനെയാണ്. അതുപോലെയാണ് അവളുടെ ഇരിപ്പും ഡയലോഗും. ഈ ലോകത്ത് ഇത്രയും നിഷ്കളങ്കമായി പെൺകുട്ടി ഇല്ലാത്ത പോലെ. എന്തിനാ ഡയറ്റ്? നീ ഡയറ്റ് ചെയ്യാൻ മാത്രമുള്ള തടിയൊന്നുമില്ലല്ലോ. ചുമ്മാ ഓരോ കാരണങ്ങൾ പറയാതെ അത് മുഴുവൻ കഴിക്കുക. മുന്നിലെ പ്ലേറ്റ് അവളെ നേരെ നീട്ടി വെച്ചുകൊണ്ട് അവൻ പറയുമ്പോൾ റോഷ്നി ചുണ്ട് ചുളുക്കിക്കൊണ്ട് അവനെ എന്ന് നോക്കി. സത്യമായിട്ടും ഞാൻ ഡയറ്റിലാണ്. ഇനിയിപ്പോൾ വിവാഹമൊക്കെ കഴിഞ്ഞാൽ ഞാൻ തടി വെക്കില്ലേ? ഇപ്പം തന്നെ കൺട്രോൾ ചെയ്തു പോയാൽ വലിയ പ്രശ്നം കാണില്ല, അല്ലെങ്കിൽ ഞാൻ ഭയങ്കര തടിയാവും. റോഷ്നി പറയുമ്പോൾ ഹരി മുന്നിലെ പ്ലേറ്റിൽ നിന്ന് കണ്ണുകൾ മാറ്റി അവളുടെ മുഖത്തേക്ക് നോക്കി. നിശ്ചയം കഴിഞ്ഞിട്ട് 1 വർഷം കഴിഞ്ഞിട്ടാണ് വിവാഹം പറഞ്ഞു വെച്ചിട്ടുള്ളത്. നിശ്ചയം തന്നെ തീരുമാനിച്ചിട്ടില്ല, അപ്പോഴാണ് അവളൊരു ഡയറ്റ്. വിവാഹത്തിനൊക്കെ ഇനി എത്ര സമയമുണ്ട് റോഷ്നി? ഇനി സ്വല്പം തടി കുറയ്ക്കണമെന്നാണെങ്കിൽ അത് വിവാഹം കഴിഞ്ഞ ശേഷം, തടി കൂടുന്നുണ്ടെങ്കിൽ നോക്കാം. അതുവരെ ഇങ്ങനെ തന്നെ പോട്ടെ. ഹരി ഇത്തിരി ഗൗരവത്തിൽ പറഞ്ഞപ്പോൾ റോഷ്നിക്ക് ആ പറഞ്ഞത് അത്ര പിടിച്ചിരുന്ന രീതിയിൽ അവനെ നോക്കി. ഉറപ്പായും തടി കൂടും. ഈ വിവാഹം കഴിഞ്ഞ പെൺകുട്ടികളെ കണ്ടിട്ടില്ലേ, ആദ്യത്തേക്കാൾ തടി കൂടും. അത് പറയുമ്പോൾ റോഷ്നിയുടെ ചുണ്ടിൽ ഒരു ചിരി വിരിഞ്ഞു. ആര് പറഞ്ഞു? അങ്ങനെ എല്ലാവരും ഒന്നും തടിക്കില്ല. നീ തടിക്കില്ല? ആ, എനിക്ക് തടിക്കണം. അത് പറയുമ്പോൾ അവളെ ശബ്ദം ഇത്തിരി കൂടി. ചുറ്റുമൊന്ന് നോക്കിയ ശേഷം അവൾ വേഗം വാരി വാരി കഴിച്ചു. ഹരി അവളെ നോക്കി കഴിച്ചു തുടങ്ങി. എനിക്ക് തടിക്കണം കേട്ടോ ഹരിക്കുട്ട. കാറിലേക്ക് ഇരുന്നതും അവൾ ആദ്യം പറഞ്ഞത് അതാണ്. ഹരി ഡോർ അടച്ചുകൊണ്ട് അവളെ മുഖത്തേക്ക് നോക്കി. സത്യത്തിൽ നിനക്കിപ്പോൾ എന്താ വേണത്? തടിക്കണോ അതോ തടിക്കണ്ടേ? ഹരി അവളെയും കൊണ്ട് തോറ്റതുപോലെ ചോദിക്കുമ്പോൾ റോഷ്നി അവനെ നോക്കി മനോഹരമായ ഒരു ചിരി ചിരിച്ചു. ഹരി ആ ചിരിയിലേക്ക് നോക്കിക്കൊണ്ട് സീറ്റ് ബെൽറ്റ് ഇട്ടു. കല്യാണം കഴിഞ്ഞാൽ പെൺകുട്ടികളൊക്കെ തടിക്കും, ശാരീരിക ബന്ധത്തിൽ പറഞ്ഞ് പൂർത്തിയാകാൻ സമ്മതിച്ചില്ല. അതിനു മുൻപ് ഹരി അവളെ വാ പൊത്തി. അവൻ മനസ്സിൽ കരുതിയിരുന്നു ഇതുപോലെ വല്ല പൊട്ടത്തരവുമാകുമെന്ന്. മനസ്സിലായി, പറയണമെന്നില്ല, പക്ഷെ അതൊന്നും സത്യമല്ല. വിവാഹം കഴിഞ്ഞ പെൺകുട്ടി എന്ന് പറയുമ്പോൾ ഒത്തിരി വിരുന്നും കാര്യങ്ങളും ഒക്കെ നല്ലോണം ഫുഡ് കഴിക്കും. പിന്നെ ആദ്യ നാളുകളിൽ സന്തോഷവും സമാധാനവും മാത്രം നിറഞ്ഞു നിൽക്കുന്ന ഒരു ലൈഫായിരിക്കും. അതിൻ്റെ ഒരു പ്രസരിപ്പ് നമുക്കങ്ങനെ തോന്നുന്നത്, അല്ലാതെ നീ ചിന്തിച്ചു കൊട്ടിയതുപോലെ ഒന്നുമല്ല. അതും പറഞ്ഞുകൊണ്ട് അവൻ അവളുടെ വാ പൊത്തി കൈ പിന്നിലേക്ക് വലിച്ചു. അല്ലല്ല, ഞാൻ വായിച്ചിട്ടുണ്ട്, അതും ഇതിലൊരു കാണാണ് ആവും. പക്ഷെ നീ പറഞ്ഞത് മാത്രമാണ് കാണുമെന്ന് ഞാൻ പറയുന്നില്ല.
ഹരി പറയുമ്പോൾ റോഷ്നി അത് സമ്മതിച്ചുകൊണ്ട് തലയാട്ടി. ശേഷം സീലേക്ക് ചാരിയിരുന്നു. റോഷ്നി എന്തോ ചിന്തയിലാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഹരി വണ്ടി സ്റ്റാർട്ട് ചെയ്തു.